1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001-9001-56 8000-8001-20. ചന്ദ്രമതി എന്റെ കാണുന്നില്ലല്ലോ അമ്മേ. വരും. റോഡൊക്കെ ഹെവി ട്രാഫിക് അല്ലേ, പിന്നെ ത്യാഗരാജന്റെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ ഔട്ട് റോഡ് വഴിയൊക്കെ ആവും വരുന്നത്. അമ്മേ, ചന്ദ്രമതി എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. സ്വിച്ച് ഓഫ് എന്ന് പറയുന്നത് മനഃപൂർവ്വം സ്വിച്ച് ഓഫ് ആക്കിയതായിരിക്കും, ലൊക്കേഷനൊക്കെ ട്രാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി. കാട്ടൂരാ വക്കീല്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ഒക്കെ അവിടെ നിൽക്കട്ടെ. ചന്ദ്രമതി എത്തിയല്ലോ അല്ലേ? ഇല്ല, ഞങ്ങൾ കാത്തു നിൽക്കാം. കാത്തു നിന്ന് അവസാനം ബസ് കിട്ടാതാകരുത്. മാഡം, നിങ്ങൾ ചന്ദ്രമതിയെ കൂട്ടാൻ പോയില്ലേ? ഞാൻ വിളിച്ചിട്ടും കിട്ടുന്നില്ല. അപ്പോ അവരിന്നലെ എത്തിയെന്ന് മാഡം എന്നോട് പറഞ്ഞതോ? അതെ, ഇന്നലെ വിളിച്ചപ്പോ ഫ്ലൈറ്റ് നേരത്തെയാക്കി വന്നു എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ചെല്ലാന്ന് പറഞ്ഞപ്പോ വേണ്ട, നാളെ കോടതിയിൽ നേരിട്ട് എത്തിക്കോളാന്നും പറഞ്ഞു. അവരങ്ങനെ പറഞ്ഞെങ്കിലും നമ്മളത് കേൾക്കാൻ പാടുണ്ടായിരുന്നോ? ആ ഒരു സാക്ഷിയുടെ പ്രാധാന്യം നിങ്ങൾക്കും അറിയാവുന്നതല്ലേ? സാർ പറഞ്ഞതൊക്കെ ശരി തന്നെയാ. പക്ഷേ ആന്റിങ്ങനെ ശക്തമായിട്ട് പറഞ്ഞപ്പോ അമ്മ അതങ്ങ് അംഗീകരിച്ചു. അല്ല, നിങ്ങളെ ടെൻഷനാക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല, നല്ലൊരു കരുതൽ വേണമായിരുന്നു. ആന്റി കൃത്യസമയത്ത് വരും സാർ. വന്നാ മതി. താനീ വന്നേ, നീ വന്നേ. സർ, എടോ ത്യാഗരാജ, കൃത്യസമയത്തിന് സുഹൃത്ത് എത്തൂലല്ലേ? സർ, സുഹൃത്തെ പിക്കാൻ വണ്ടി പോയി കഴിഞ്ഞു. ഷാർപ്പ് ടൈമിൽ എത്തിയിരിക്കും. ഓക്കെ. നോക്കണം സർ, പ്രഭാവതി കൊച്ചമ്മ ആകെ ടെൻഷനില്. അതെ, കാട്ടൂരന്റെ മുഖത്തും അതുപോലൊരു പരവേശം കാണാം. അത് ചന്ദ്രമതി വൈകുന്നതിന്റെ പുകച്ചിലാ. ഇന്നത്തെ കേസിന്റെ ഫയൽസ്. ഇതൊന്നും വേണ്ട, ഇതെല്ലാം എന്റെ തലയിലുണ്ട്. ചെല്ലേ, ഞാൻ പറയുന്നോളാം. ഇങ്ങനെ കാര്യങ്ങൾ പോയാൽ കട്ടത്തിലാകുകയും നന്ദാ. ഇങ്ങനെ പോയാലുണ്ടല്ലോ, ഈ കേസ് ഞാൻ ഇട്ടിട്ട് പോകും കേട്ടോ. അങ്ങനെ പറയില്ല വക്കീലേ. തമ്പി സാർ, അവര് പുറപ്പെട്ടു. മെസ്സേജ് മതി, നമ്മൾ കേസ് ചെയ്യിച്ചു കഴിഞ്ഞു. ചന്ദ്രോത്തിന് അനുകൂലമായി സംസാരിക്കേണ്ട ചന്ദ്രമതി വരുന്നില്ല, സുഹറ എത്തുകയും ചെയ്യുന്നു. വാദിക്കും മുമ്പ് കേസ് അവസാനിച്ചല്ലോ ത്യാഗരാജ. അതെ തമ്പി സാർ, എന്തായാലും സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് മുകളിൽ ഒരു ഇടുത്തിയായിരിക്കും വീഴാൻ പോകുന്നത്. അപ്പൊ ധൈര്യമായിട്ട് ഞാൻ അങ്ങോട്ട് കേറുക. ശരി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.